ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിംഗ് കുറയുക, അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടുക, അപ്പോൾ ആ കണക്ഷൻ വീണ്ടും റീബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് അതിൽ കുറച്ചുകൂടി നമുക്ക് ഡെപ്തിൽ ഒരു ക്ലാരിറ്റി കിട്ടാനും കൂടുതൽ ഫീലോട് കൂടിയിട്ട് അത് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റിംഗ് നമ്മൾ അതിനു മുമ്പ് ചെയ്യണം. ആ സ്ക്രിപ്റ്റിംഗ് മെത്തേഡിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇതാണ്: ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങൾ നന്ദി പറയേണ്ടതായിട്ടുള്ള, നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു നന്ദിയോടുകൂടി ഓർക്കുകയും അത് എഴുതുക, ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ എഴുതുക. അതൊരു 3 പാരഗ്രാഫോ 2 പാരഗ്രാഫോ ഉണ്ടായിക്കോട്ടെ, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഇന്ന കാര്യങ്ങൾക്ക് നന്ദി, ആ വ്യക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അത് എഴുതുക. അതിനുശേഷം നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് പഠിക്കണം. ആദ്യം അതിൻ്റെ സ്റ്റെപ്പുകൾ പറയാം. ഫസ്റ്റ് നമ്മൾ എല്ലാ മെഡിറ്റേഷനും ചെയ്യുന്നത് പോലെ തന്നെ കാമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക. പുറത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും പാടില്ല. ഫസ്റ്റ് നമ്മൾ മൈൻഡിനെ ഒന്ന് കാമാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഒരു 10 തവണ ശ്വാസം എടുത്ത് 10 തവണ ശ്വാസം പുറത്തേക്ക് വിടുക. അതിനുശേഷം നമുക്ക് ബോഡിയെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. ശരീരത്തിൽ എവിടെയും ഒന്ന് ബലമൊന്നും പിടിക്കാതിരിക്കുക. ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് ബോഡി റിലാക്സ് ആവുക, ബോഡിയിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അങ്ങനെ ബ്രീത്തിങ് കഴിഞ്ഞു, ബോഡി മൊത്തത്തിലൊന്ന് അയച്ചിട്ടു. അതിനുശേഷം നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിൽ പറയേണ്ടത്. അത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആ ഒരു ഫീലിംഗ് കിട്ടും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റും റിസൾട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു സെൻറ്റൻസ് ഇതാണ്: ഐ ലവ് യു. ആ ഐ ലവ് യു എന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരുമായിട്ടാണോ ഒരു കണക്ഷൻ റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേരാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ലവ് യു പ്രിയ എന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു. ആ പ്രിയ എന്നുള്ള പേര് നിങ്ങളൊന്ന് മാറ്റി കൊടുത്താൽ മതി. അത് ഇപ്പോൾ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു ലേഡിയാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പുരുഷൻ്റെ പേരായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഐ ലവ് യു പ്ലസ് നെയിം. രണ്ടാമതായിട്ട് മനസ്സിൽ ചിന്തിക്കേണ്ട സെൻറ്റൻസ് താങ്ക് യു ഫോർ ലവിങ് മീ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ലവിങ് മീ. മൂന്നാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് താങ്ക് യു ഫോർ കെയറിങ് മീ. ദെൻ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ദെൻ താങ്ക് യു ഫോർ അപ്രീഷിയേറ്റിംഗ് മീ. നെക്സ്റ്റ് വൺ താങ്ക് യു ഫോർ എൻകറേജിങ് മീ. നെക്സ്റ്റ് വൺ താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മീ. ഇത്രയും സെൻറ്റൻസുകളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 7 സെൻറ്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം: ഐ ലവ് യു പ്ലസ് നെയിം, താങ്ക് യു ഫോർ ലവിങ് മീ, താങ്ക് യു ഫോർ കെയറിങ് മീ, താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മീ, താങ്ക് യു ഫോർ എൻകറേജിങ് മീ, താങ്ക് യു ഫോർ അപ്രീഷിയേറ്റിംഗ് മീ, താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് മീ. അപ്പോൾ ഈ 7 സെൻറ്റൻസുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ടൈപ്പ് ചെയ്തിടുക. കുറച്ച് പേരെങ്കിലും അത് ടൈപ്പ് ചെയ്തിടുമ്പോൾ അത് ബാക്കിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ അവർക്ക് പിന്നീട് അത് നോക്കി ചെയ്യാനും ഒക്കെ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ 7 സെൻറ്റൻസ് ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് മാക്സിമം ഫീലോട് കൂടി വേണം ഇത് ചിന്തിക്കാൻ. ഐ ലവ് യു എന്ന് പറഞ്ഞ് പേര് പറയുമ്പോൾ അവരോട് ശരിക്കും ആ ഒരു ഇഷ്ടം നമ്മൾ ഫീൽ ചെയ്യുക. സപ്പോർട്ടിങ് മീ എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുക. ലവിങ് മീ എന്ന് പറയുമ്പോൾ നമ്മൾ ലവ് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്രീഷിയേറ്റിംഗ് മീ എന്ന് പറയുന്ന സമയത്ത് അഭിനന്ദിച്ച കാര്യങ്ങൾ ആലോചിക്കുക. ട്രസ്റ്റിംഗ് മീ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഇനിയിപ്പോൾ ചില ആളുകളുണ്ടാവും, അയ്യോ ഇത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണോ, മലയാളത്തിൽ എഴുതിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മലയാളത്തിൽ എഴുതാം, ഇതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയുന്നതല്ലേ.
ഇപ്പോൾ നീ എന്നെ സ്നേഹിച്ചതിന് നന്ദി, നീ എന്നെ കെയർ ചെയ്തതിന് നന്ദി, അതുപോലെ നീ എന്നെ അഭിനന്ദിച്ചതിന് നന്ദി, നീ എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി, നീ എന്നെ വിശ്വസിച്ചതിന് നന്ദി, നീ എന്നെ പിന്തുണച്ചതിന് നന്ദി. ഇങ്ങനെ ഇപ്പം നമ്മൾ എഴുതിയതിൻ്റെ കറക്റ്റ് മലയാളം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ആണെന്നല്ല, അതാണ് മനസ്സിൽ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് എവിടെയെങ്കിലും എഴുതി വെക്കുക, ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്, താങ്ക് യു ഗോഡ്, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് ഒരു 3 തവണ പറഞ്ഞതിന് ശേഷം പതിയെ കണ്ണുകളെ തുറക്കാവുന്നതാണ്. ആ മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാം. ഇത്രയേ ഉള്ളൂ. ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനൊരു പേരിടാം, ഒരു മെഡിറ്റേഷൻ രൂപത്തിലായതുകൊണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ടും എഫക്റ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടെക്നിക്കുകൾ പഠിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ 21 ഡേയ്സ് 30 ഡേയ്സ് ഒക്കെ കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.